വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നാളെ നമ്മുടെ എക്സാം ആണല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രാവിടിച്ച മക്കളെ, ഈ മാർക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നോക്കിക്കോ. സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും അവയുടെ സവിശേഷതകളാണ് താഴെ നൽകിയിട്ടുള്ളത് അല്ലെ. ഓക്കെ, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ഏറ്റവും വലിയ ഗ്രഹം, ചുവന്ന ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്നിങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സവിശേഷത കൊടുത്തത് അല്ലെ. ഇവിടെ നമുക്ക് നാല് ഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളോട് അതിന്റെ സവിശേഷതകൾ, മേലെ തന്നിട്ടുള്ള സവിശേഷതകള് ഏതിനൊക്കെയാണോ യോജിക്കുന്നത് അത് എഴുതാനാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ബുധൻ എന്താണ്? ബുധൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? യെസ്, മെർക്കുറിയുടെ പ്രത്യേകത ബുധൻ ഏറ്റവും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു അല്ലെ. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ബുധനാണ് അല്ലെ. എന്താണ്? ക്ലോസ് ടു സൺ ആണ്. ക്ലോസ് ടു ദ സൺ. ഓക്കെ, ആ ഒരു പ്രത്യേകത ഇത് നമ്മൾ എഴുതിയ. ഇനി അടുത്തത് മാസ്, ചൊവ്വ. ഏതാണ്? റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു അല്ലെ. ചുവന്ന ഗ്രഹമാണ്. ചുവന്ന ഗ്രഹം ഏതാണ്? അത് ചൊവ്വയാണ് അല്ലെ. റെഡ് പ്ലാനറ്റ്. ഇനി നെക്സ്റ്റ് ഏതാണ്? യെസ്, അടുത്തത് വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്ററിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് അല്ലെ. ഏറ്റവും വലിയ ഗ്രഹമാണ്. ലാർജസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹം. ഭൂമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണ്ടല്ലോ, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് അല്ലെ. ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം. ഓക്കെ, എന്താ ഇംഗ്ലീഷിൽ ഇതാ? യെസ്, ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ് അല്ലെ. നമുക്ക് ലൈഫ് എക്സിസ്റ്റ് മാത്രം കൊടുക്കട്ടോ തൽക്കാലം. ലൈഫ് എക്സിസ്റ്റ്. ഓക്കെ, ഇതാ. അപ്പൊ വിച്ച് പ്ലാനറ്റ് ഈസ് ദ എന്താ പറയുക, സൂര്യനോട് ഏറ്റവും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചത് നെപ്റ്റ്യൂൺ ആണ് അല്ലെ. ആൻസർ എന്താണ്? അത് നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, ആൻസർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, നോക്കിക്കോ. മെർക്കുറി എന്താണ്? ക്ലോസ് ടു ദ സൺ ആണ്. മാസ് എന്താണ്? ചൊവ്വ എന്താണ്? യെസ്, ചുവന്ന ഗ്രഹമാണ്. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്, വലിയ ഗ്രഹമാണ്. എർത്ത് എന്ന് പറയുന്നത് ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ് അല്ലെ. അപ്പൊ ഫാത്തേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യനോട് അകന്ന് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? അത് നെപ്റ്റ്യൂൺ ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വേറൊരു ചോദ്യമായിട്ട് മിസ് ഇനിയും വരും. ബൈ.